ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് 1.5 മാസത്തെ മോളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു സൺഡേയിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യം. കാലത്ത് അങ്ങനെ ഒരു 8:30 ആയി എണിച്ചപ്പോൾ സൺഡേ ആയതുകൊണ്ട് പിന്നെ നൈറ്റ് ഉറക്കം ശരിയായില്ല, മോള് ശരിക്കും ഉറങ്ങാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഓൾറെഡി അമ്മ വെച്ചിട്ടുണ്ടാവും. അടുപ്പത്താണ് ചോറ് വയ്ക്കുക, പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ദോശ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഞാൻ നല്ല മൊരിഞ്ഞ പപ്പടം പോലത്തെ നല്ല നൈസ് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അച്ഛനും മോളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. താഴെയുള്ള കൊച്ചിന് ഞാൻ മെടയിൽ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ചൂടോടുകൂടി ആ ദോശ കഴിക്കാനുണ്ട. എന്താ വെച്ചാൽ ഞങ്ങൾ പാപ്പ ഉണ്ടാക്കി കഴിക്കുള്ളൂ, എന്നാലാണ് അത് ചൂടോടുകൂടി കഴിക്കാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ അങ്ങനെ പുറത്ത് വന്നിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കഴിക്കുന്നതായിട്ട് ഇഷ്ടം. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്, ഞാൻ അവിടെ ഇരുന്നിട്ടാണ് കഴിക്കുക. കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മേശയിൽ ഇരുന്ന് കഴിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്ലാസ്, പ്ലേറ്റ്, ചായ വെച്ചത്, അങ്ങനെ കുറച്ച് പാത്രങ്ങൾ, അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. തെന്നലിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മയുടെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തെന്നലിൻ്റെ കാര്യങ്ങൾ, റൂം ക്ലീൻ ചെയ്യാം, അലക്കുക, അമ്പലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അവരെ എണീക്കുമ്പോൾ അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉള്ളൂ. അപ്പോൾ അച്ഛനും മോളും ഉറങ്ങണ കാരണമാണ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഓൾറെഡി അടിയും തോടയും കാര്യങ്ങളൊക്കെ വിളക്കൊളുത്തുന്ന കാരണം കാലത്ത് തന്നെ അമ്മ എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് കുട്ടികളുടെ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് വേണം, തെന്നലിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം റൂം ക്ലീൻ ചെയ്യാനും അലക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ തെന്നലിന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദോശ കുട്ടിയായിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാമെന്ന്. അത് അവളങ്ങനെ ശരിക്കും കഴിക്കൊന്നുമില്ല, 5-6 വായ കഴിച്ചു. പിന്നെ അവൾക്ക് കുറുക്കന്നെ കൊടുക്കും വയറ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ശമനത്തിന് വേണ്ടി ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കാക്കേനെയും പൂജനെയും പട്ടീനെയൊക്കെ കാണിച്ച് കൊടുക്കും. അപ്പം ഇപ്പം ഞാൻ പുറത്ത് ചെന്ന് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചെറുതായിട്ടൊരു മഴച്ചാറ്റൽ പോലെ വന്നു. അപ്പം അങ്ങോട്ട് കയറി നിന്നപ്പോൾ ആളുടെ വിധമൊക്കെ മാറി തുടങ്ങി. അപ്പം ഞാൻ അപ്പുറത്ത് ഷെഡിൽ വണ്ടി വെച്ചിട്ടുണ്ട്, അത് കൊണ്ടിരുത്തിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ആൾ കഴിച്ചോളും, കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടി കൊടുത്ത് കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ എടുത്ത് കൊടുത്താൽ കഴിക്കും. പിന്നെ കുറുക്കാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടം, അതിങ്ങനെ വിടാന്ന് കുടിച്ചോളും. അങ്ങനെ ആളുടെ ദോശ തീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ആളെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അമ്മയാണെങ്കിൽ അലക്കാൻ പോയി, അവരാണെങ്കിൽ എണീറ്റിട്ടുമില്ല. അപ്പോൾ അവൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അമ്മയുടെ അലക്ക് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അലക്കാൻ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ തെന്നെല്ലാം കുറച്ച് നേരം കളിപ്പിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഹാളാണ് കേട്ടോ. ഹാള് ജസ്റ്റ് ഒരു കിടക്ക പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ളൊരു കിടക്കയാണ്. അപ്പോൾ ഇവളെ കെടുത്തി കളിപ്പിക്കാനായാലും തല മുട്ടാണ്ടൊക്കെ ഇരിക്കാനൊക്കെ സുഖമാണല്ലോ. അപ്പോൾ അതിലങ്ങനെ കളിപ്പിച്ചു. അങ്ങനെ ഞാൻ അലക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും നല്ല മഴ കേട്ടോ. തുണികളൊക്കെ കുറച്ച് പുതിയ തുണികളുണ്ട്, അത് അലക്കാമെന്ന് വിചാരിച്ച് ഷാമ്പൂലൊക്കെ മുക്കി വെച്ചിട്ട്. ഞങ്ങളുടെ മെഷീനാണെങ്കിൽ കേടായി. അപ്പം അത് കാരണം അലക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും മഴ പെയ്തു. നമ്മുടെ തെന്നലപ്പോഴേക്കും ഉറങ്ങി കേട്ടോ, ഉറക്കി കിടത്തി. ഞാനപ്പോഴത്തേനും തുണികളൊക്കെ മുക്കി വെച്ചു. കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മടക്കി വെച്ചു. അപ്പോഴത്തേനും മൂത്ത ആളെ എണീറ്റു കേട്ടോ. അങ്ങനെ മൂത്ത ആളെ മുടി കെട്ടിക്കൊടുക്കലും, അവൾ ഈ പറഞ്ഞ മാതിരി നൈറ്റ് ഈ മൂത്രമൊഴിക്കണ അവൾക്ക് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കും. അവൾ പറയുമ്പോൾ 5 വയസ്സാവാറിയാം, എന്നാലും അറിയാണ്ട് ഇങ്ങനെ മൂത്രമൊഴിക്കും. ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി അവൾക്ക് ട്രൗസറൊക്കെ ഇട്ട് കൊടുത്ത് ആളെ പല്ലേപ്പിച്ച് സെറ്റാക്കി അടുക്കളയെ കൊണ്ടിരുത്തിയിട്ടോ. അപ്പോൾ അവൾക്കുള്ള ദോശ അവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഫേസിൽ ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യാറുണ്ട്, അത് മറന്നുപോയി. അപ്പോൾ അതൊന്നിരുന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ദോശ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഐസ് മസാജ് ചെയ്യാൻ കേട്ടോ. ഞാൻ എന്നും കാലത്ത് എണീക്കുമ്പോഴും വൈകുന്നേരം അത് ചെയ്യാറുണ്ട്. മറന്നുപോയാൽ പെട്ടെന്ന് ഓർമ്മ വന്നാട്ടോ. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനിങ്ങനെ ഐസ് ക്യൂബ് എടുത്ത് മസാജ് ചെയ്യണം. അപ്പോൾ അവളാണെങ്കിൽ അവൾ സ്വപ്നം കണ്ട കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും കുറേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും കേട്ടോ.
അപ്പം അങ്ങനെ അവൾക്കും ദോശ ഉണ്ടാക്കി കൊടുത്തു. അവളെ ടി വി വെച്ച് കൊടുത്ത്, അവിടെ കൊച്ചു ടി വി വെച്ച് കൊടുത്ത് അവിടെ കൊണ്ടിരുത്തി. അത് കഴിഞ്ഞതാ ഹസ്ബൻഡ് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ആൾ ബ്രഷ് ചെയ്യണ നേരം കൊണ്ട് ആൾക്ക് ചായയൊക്കെ വെച്ച് ആൾക്കന്നെ ചൂടാറ്റി നല്ല പതയോട് കൂടിയൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ആൾക്കുള്ള ചായയും ദോശയും സാമ്പാറൊക്കെ സെറ്റാക്കി ഞാൻ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. അത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കഴിക്കല്ലേ വേണ്ടു. അപ്പോൾ ആൾ വന്നത് എടുത്ത് കഴിച്ചോളും. അപ്പോൾ തെന്നലൊക്കെ ആ നേരം കൊണ്ട് ഉറങ്ങി. പിന്നെ അമ്പലം സെറ്റായി. ഇനി എനിക്ക് അലക്കിയിട്ട് വേണം കുളിക്കാനും പിള്ളേരെ കുളിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കിടക്കാൻ. അപ്പോൾ അലക്കാൻ പോയപ്പോൾ കുറച്ച് മഴ ഒന്ന് കുറവുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊന്ന് അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാക്ക് സൈഡാണ്. അവിടെ ഇങ്ങനെ അലക്കും കല്ലൊന്നും വെക്കാൻ അങ്ങനെ സ്ഥലമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു ചവിട്ടുമ്മയായിട്ടാണ് ഒരു വലിയ കല്ലിട്ടിട്ടാണ് അലക്കണത്. മെഷീനിലാണ് ഞങ്ങൾ സാധാരണ അലക്കാറ്. മെഷീൻ കേടായ സ്ഥിതിക്ക് ഇങ്ങനെ അലക്കണമെന്ന് മാത്രം. ചില നേരത്തൊക്കെ ഞാൻ ബാത്റൂമിൽ തുണികൾ മുക്കി വെച്ച് ബാത്റൂമിലിട്ട് തന്നെ അലക്കാറ്. ചില സമയങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഉരച്ച് കഴുകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ അലക്ക കല്ലുമ്പോൾ വന്ന് അലക്കും. അപ്പോൾ എന്താ പറയുക, ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ചവിട്ടുമ്പടിയുമ്പോൾ കല്ലിട്ടിട്ട് അവിടെയാണ് അലക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പുതിയ തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഷാമ്പൂവിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അലക്കിയിടാന്ന് വിചാരിച്ചു. അപ്പോൾ മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു. വലിയ ചാറ്റലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെന്താ, ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. വലിയ വിശേഷങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാനിങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടി തോട അങ്ങനെ എല്ലാം കൂടി ഇതിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്കും ബോറടിക്കലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പരമാവധി കുറയ്ക്കണേ. അപ്പം അങ്ങനെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉമ്മറത്ത് പുറത്തായിട്ട് തന്നെ ഇങ്ങനെ കുറച്ച് അഴക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ ഇങ്ങനെ തോരയിടും. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മഴ വരുമ്പോൾ ഓടിപ്പോയി എടുക്കണം, വെയിൽ വരുമ്പോൾ ഓടിപ്പോയി ഇടണം, പിന്നെയും പോയി എടുക്കണം, പിന്നെയും പോയി ഇടണം. ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണ്. മുകളിലാണെങ്കിൽ ആസ്പെറ്റോസും ഇല്ല, പിന്നെ ഒരു ഷെഡാണുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടിടും മഴ വരുമ്പോൾ. പിന്നെ ഒന്ന് മഴ നിന്ന് കഴിയുമ്പോൾ വീണ്ടും പുറത്തേക്കിടും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മഴക്കാലം വന്നു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എനിക്ക് മഴക്കാലം ഒട്ടും ഇഷ്ടമല്ല. പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഈ അസുഖങ്ങൾ വരുന്നതുകൊണ്ടും തുണി ഉണങ്ങി കിട്ടാത്തതുകൊണ്ടും കൊതുകും ഇങ്ങനെയൊക്കെയുള്ളത് കാരണം മഴക്കാലത്തിനോട് ഒട്ടും താല്പര്യമില്ലാണ്ടായി കേട്ടോ. വെയിൽക്കാലമായി ഇത്തിരി ചൂട് സഹിക്കല്ലേ വേണ്ടു. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാണ്ട് മഴക്കാലം എന്തോ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്കെന്തോ ഒട്ടും ഇഷ്ടമല്ലാണ്ടായി. പിന്നെ മഴയില്ലാണ്ട് പറ്റൂലല്ലോ, വെള്ളം വേണ്ടേ ജീവിക്കാൻ. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, രാത്രി മഴ പെയ്താൽ മതി, കറണ്ട് പോയരുത്, രാത്രി മഴ പെയ്താൽ മതി, പകൽ മഴ പെയ്യരുതേ, പകൽ വെയിലുണ്ടാവണം എന്നൊക്കെ. അങ്ങനെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചിക്കുവിൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടോ. ചിക്കുവിനെ കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ അവൾ വലിയ കുട്ടിയായിട്ട് അവളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ ഒന്ന് കാണാൻ പോയി. അങ്ങനെ ചിക്കുവിൻ്റെ വീട്ടിൽ പോയി ചാമ്പയ്ക്ക് പറിച്ചു. കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആയിരുന്നു. പണ്ട് ഞങ്ങൾ അവിടെ താമസിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചാമ്പയ്ക്ക് പൊട്ടിക്കലൊക്കെ ആയിരുന്നു പണി. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ പഴയ പോലെ തന്നെ ചാമ്പയ്ക്ക് പൊട്ടിച്ച് കഴിച്ചു. അതുപോലെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര പുളി കേട്ടോ, വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി കടിച്ചതാണ്. പക്ഷേ ഒടുക്കത്തെ പുളിയായിരുന്നു. അതിൻ്റെ ചവപ്പൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അങ്ങനെ അവരുടെ വീട്ടിൽ കുറച്ച് നേരം കളിച്ചും ചിരിച്ചും വർത്താനം പറഞ്ഞൊക്കെ ഇന്ന് കഴിഞ്ഞപ്പോൾ ചിക്കുവിൻ്റെ അമ്മ നല്ല അസൽ ബിരിയാണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എഗ് ബിരിയാണി. അപ്പം അതൊക്കെ കഴിച്ചു, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ മാംഗോ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും മെയിനായിട്ട് ഉണ്ടാവുമല്ലോ മാംഗോ. അപ്പം മാംഗോ ഷേക്ക് അടിച്ചെന്നുണ്ടായിരുന്നു, അതും കുടിച്ചു. നല്ല അടിപൊളി ഷേക്ക് കിട്ടാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഇപ്പം ഇറങ്ങി കേട്ടോ. അപ്പം നമ്മുടെ അവിടുത്തെ പുഴയൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.